ഷെട്ടി, സെയിന്റ് പീറ്റേഴ്സ് ട്രെയിനിങ് കോളേജ് കോലഞ്ചേരിയിലെ 2ാം വർഷ BEd വിദ്യാർത്ഥി. പോക്സോ ആക്ടിനെ സംബന്ധിച്ചുള്ള ഈ ഡോക്യുമെന്ററിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളുടെ സുരക്ഷയും മാനവിക അവകാശങ്ങളും സംരക്ഷിക്കുക എന്നത് ഒരു സമൂഹത്തിന്റെ പ്രധാന ഉത്തരവാദിത്വമാണ്. കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമങ്ങളെ തടയുവാനും അവർക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കുവാനും ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന ഒരു സുപ്രധാന നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ് ആക്ട് അഥവാ പോക്സോ ആക്ട്. ഒരു കാലത്ത് നമ്മളുടെ കുട്ടികൾ സുരക്ഷിതരായിരുന്നു. സ്നേഹം നിറഞ്ഞ കുടുംബങ്ങൾ, സുരക്ഷിതമായ വിദ്യാലയങ്ങൾ, പരസ്പരം താങ്ങും തണലുമായ സമൂഹം, കുട്ടികളുടെ ചിരികൾ നിറഞ്ഞൊഴുകിയിരുന്ന എന്നാൽ ഇന്നത്തെ ലോകം മാറി. കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. വീടുകളിലും വിദ്യാലയങ്ങളിലും പോലും അവർ സുരക്ഷിതരല്ലായിരിക്കും. തിരുവനന്തപുരം പൂജപ്പുരയിൽ അധ്യാപകൻ പോക്സോ കേസിൽ അറസ്റ്റിൽ. ട്യൂഷൻ സെന്ററിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിലാണ് സുബിൻ സ്റ്റെല്ലസ് പിടിയിലായത്. പോക്സോ കേസിൽ പ്രതിക്ക് 3 വർഷം കഠിന തടവും പിഴയും. മണ്ണാർക്കാട് തച്ചനാട്ടുകര ചാമപ്പറമ്പ് വെള്ളിത്തോട്ടിലിങ്ങൽ നാരായണൻകുട്ടിയാണ് 3 വർഷം കഠിന തടവിനും 25,000 രൂപ പിഴയും പട്ടാമ്പി പോക്സോ കോടതി വിധിച്ചത്. 2024 ജനുവരി 20-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. പ്രതിയുടെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയ അതിജീവിതയെ ലൈംഗികാതിക്രമം നടത്തിയെന്നതായിരുന്നു കേസ്. സ്കൂൾ ബസ്സിൽ വെച്ച് LKG വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ച ബസ് ക്ലീനറെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം കന്മനം സ്വദേശി അടിയാട്ടിൽ മുഹമ്മദ് ആഷിഖിനെയാണ് കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പുൽപ്പറ്റയിൽ പരിചയം നടിച്ച് ബൈക്കിൽ കയറ്റി വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി പിടിയിൽ. പുൽപ്പറ്റ സ്വദേശി അബ്ദുൽ ഗഫൂറാണ്. ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ 15 വയസ്സുകാരന് നേരെ പീഡന ശ്രമം. ആശുപത്രിയിൽ അറ്റൻഡറായ റമീസാണ് കുട്ടിയെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച് റമീസിനെ പിടികൂടി. നമസ്കാരം. 11 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ അധ്യാപകനെതിരെ പോക്സോ കേസ് എടുത്തിട്ടുണ്ട്. വട്ടിയൂർ കാവ് സ്വദേശിയായ അരുൺ മോഹനെതിരെയാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. മണക്കാട് ഒരു സ്കൂളിലെ വിദ്യാർത്ഥിനിയായ കുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് കേസ്. സംഭവം കുട്ടി കൂട്ടുകാരോട് പറയുകയായിരുന്നു. ഇവർ പ്രിൻസിപ്പലിനെ വിവരമറിയിച്ചു. എന്നാൽ പ്രിൻസിപ്പൽ ഇക്കാര്യം മറച്ചുവെക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പലിനെതിരെയും കേസ്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെ തടയുവാനും 2012 ഇന്ത്യൻ സർക്കാർ പുറത്തിറക്കിയ നിയമമാണ് പോക്സോ ആക്ട്. പോക്സോ ആക്ട് എത്രമാത്രം ഫലപ്രദമാണ്, അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി നമുക്ക് അഡ്വക്കേറ്റ് ആരതി പ്രകാശുമായി സംസാരിക്കാം. എൻ്റെ പേര് ആരതി പ്രകാശ്. 2014 എൻറോൾ ചെയ്തു. ഒരു 11 വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നു. ലോവർ കോർട്ട്, ഹൈക്കോർട്ടൊക്കെ ആയിട്ട് പ്രാക്ടീസ്, സിവിൽ ക്രിമിനൽ മാറ്റേഴ്സ് ആയിട്ട് പോകുന്നു. പോക്സോ നിയമം എന്നത് എന്താണ്? ഈ നിയമം കൊണ്ടുവരേണ്ടതായ സാഹചര്യം? പോക്സോ നിയമം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയാണ്. ഇതിന് മുന്നേ IPCയിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു നിയമം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് എഗെയിൻസ്റ്റ് ഒരുപാട് എന്താ പറയുക സെക്ഷൽ റേപ്പും കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് അങ്ങനൊരു നിയമം വേണം എന്നുള്ളതുകൊണ്ടാണ് പോക്സോ നിയമം കൊണ്ടുവന്നത്. IPC പ്രകാരം കുട്ടികൾക്കെതിരെ വന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പോക്സോ നിയമം സെപ്പറേറ്റ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ടി നിലവിൽ വന്നത്. ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത്? അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടി അവർക്ക് ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷൻ വെച്ചിട്ട് അവരുടെ എന്താ പറയുക സെക്ഷലി അവരെ ഹരാസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഫോട്ടോസ് കാണിച്ചാവാം, ദേഹത്ത് പ്രൈവറ്റ് പാർട്സിൽ തൊട്ടിട്ടാവാം. അതൊന്നും പിള്ളേർക്ക് അറിയണം എന്നില്ല. പക്ഷെ അത് അറിഞ്ഞാൽ പോലും വീട്ടിൽ പറയാനൊരു പേടി. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ 18 വയസ്സിൽ താഴെ വരുന്ന പിള്ളേർക്ക് എഗെയിൻസ്റ്റ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പോക്സോ നിയമത്തിലേക്ക് വരുന്നത്. നല്ല രീതിയിലല്ലാണ്ട് മോശമായിട്ട് അവരോട് പെരുമാറിയത് അതല്ല പോക്സോ നിയമത്തിന്റെ കീഴിൽ. പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് പറയുന്നത് എത്ര വയസ്സ് വരെ ഉള്ളവരാണ്? അതായത് കുട്ടി എന്ന് പറയുമ്പോൾ പെൺകുട്ടി, ആൺകുട്ടി, ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളതല്ല, 18 വയസ്സിന് താഴെയുള്ളതെല്ലാവരും കുട്ടികളാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് പോക്സോ നിയമം ഉള്ളത്. ഈ നിയമത്തിൽ ഒരു
ഉൾപ്പെടുത്തുന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ ഇന്നത് ചെയ്താലാണ് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നതെന്നല്ല, സെക്ഷൽ ഹറാസ്മെന്റ് ആണ്, അതേപോലെ റേപ്പ് ആവാം. അല്ലാതെ നമ്മൾ ഒരു കുട്ടീനെ നല്ല രീതിയിലല്ലാണ്ട് ഒരു മോശം രീതിയിൽ നോക്കിയാലും ഈ നിയമത്തിന്റെ അണ്ടറിൽ വരും. ഇപ്പോൾ വഴിയെ പോണ ഒരു കുട്ടീനെ നമ്മൾ മോശമായിട്ടൊരു കമന്റ് പറഞ്ഞാലും ഈ നിയമത്തിൽ വരും. അതിന്റെ ശിക്ഷയും അതിനനുസരിച്ച് ഗ്രീവിയസ് ആണ്. ചെറിയ ശിക്ഷയാണെങ്കിൽ 3 വർഷം, അതായത് കുറച്ച് അധികം ആ കുട്ടീനെ ഇതാക്കിയിട്ടില്ല, ഹറാസ്മെന്റ് ഉണ്ട് എന്നാൽ ഗ്രീവിയസ് അല്ലെങ്കിൽ ഒരു 3 വർഷം അതിന് നേരം, അല്ലെങ്കിൽ വധശിക്ഷ വരെ മാറാം. ചിലത് ഫൈൻ, അതിൻ്റെ ഒപ്പം ഫൈനും ഉണ്ടാകും. ഇപ്പോൾ ഓൺലൈൻ ഹാരാസ്മെന്റ് ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ്. വരും. അതായത് നമ്മൾ വീഡിയോ എടുത്ത് അവരുടെ ഫോട്ടോസ് എടുത്ത് മോർഫ് ചെയ്ത് കാണിക്കുന്നത് പോക്സോ കമ്പനിയിൽ തന്നെ വരും. ഒരു കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായാൽ ആദ്യം എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത്? അതായത് ആദ്യം ആരെ സമീപിക്കണം? ആദ്യം പോലീസിനെ സമീപിക്കുക. ഇപ്പോൾ അതല്ല, നമുക്കിപ്പോൾ വഴിയിൽ വെച്ച് എന്തെങ്കിലും സംഭവം നേരിട്ടു എന്ന് വിചാരിച്ചാൽ നമ്മൾ തൊട്ട് ഇപ്പോൾ പോണ സ്കൂളിലേക്കാണ്, അവിടെ ചെല്ലുമ്പോൾ അവിടെ ടീച്ചേഴ്സിനോട് പറയാം. അവരാദ്യം ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിൽ പറയും, FIR ഇടും, അതിനന്വേഷിക്കും. അന്വേഷിക്കുന്നത് കഴിഞ്ഞിട്ട് ചൈൽഡ് ലൈൻ അറിയിക്കും. അങ്ങനെ എന്താണെങ്കിലും കുട്ടിയുടെ ആ ഒരു മാനസികാവസ്ഥ നോക്കി നമ്മൾ ആ കുട്ടീനെ സമാധാനിപ്പിച്ച്, അല്ലാണ്ട് അതിനൊരു ടെൻഷൻ കൊടുക്കാനോ അങ്ങനെയുള്ള ഇതൊന്നും ഇപ്പോഴത്തെ നിയമത്തിലില്ല. കുട്ടികൾക്ക് എന്താണ് സേഫ് ആയിട്ട് തോന്നുന്നത്, അവർ കംഫർട്ടബിൾ സോണിൽ ഇരുത്തിയിട്ടാണ് എല്ലാ മൊഴിയും എടുക്കുന്നത്. പോലീസ് ആണെങ്കിലും എടുക്കുന്നത് ഒരു വിമൻ പോലീസ് ആയിരിക്കും. ഇപ്പൊ ലേഡീസ്, അപ്പൊ ഒരു പെൺകുട്ടിക്ക് അഗേൻസ്റ്റ് ആണെങ്കിൽ വിമൻ പോലീസ്, എല്ലാ ഒരു ആൺകുട്ടിക്കാണെങ്കിലും മെയിലായിരിക്കും. ആ ഒരു ഫ്രണ്ട്ലി ടോക്കിലാണ് ഇവരെല്ലാം ചെയ്യുന്നത്. അതേപോലെ ഇവർക്ക് എഗെയിൻസ്റ്റ് ആരാണോ ഇവർ ഉപദ്രവിച്ചത് അവരെ എപ്പോഴും ഇവരുടെ മുമ്പിൽ കൊണ്ടുവരണമെന്നില്ല. ആളെ തിരിച്ചറിയാൻ വേണ്ടി, ഐഡന്റിഫിക്കേഷന് വേണ്ടി സെപ്പറേറ്റ് ഇവരെ ഒരു റൂമിൽ ഇരുത്തി ഓരോരുത്തരെയും കൊണ്ടുവരും. അങ്ങനെയാണ്. അല്ലാണ്ട് ഇവർക്ക് നേരിട്ട് കണ്ട് ആ ഒരു ട്രോമ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നത്. പോക്സോ കേസുകളിൽ പോലീസ്, കോടതി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരുടെ പങ്ക് എന്താണ്? പോലീസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുള്ളത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അവർക്ക് കൗൺസിലിംഗ് കൊടുക്കും കുട്ടികൾക്ക്, പിന്നെ അവരുടെ മെഡിക്കൽ എടുക്കണം, അങ്ങനെയുള്ള കാര്യം. ആ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെയാണോ ഉചിതമായിട്ട് തോന്നുന്നത് അത് കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എടുക്കാൻ വേണ്ടിയുള്ളതാണ്. കോടതിയിലാണെങ്കിലും ഈ കുട്ടിക്ക് നമ്മൾ മൊഴിയെടുക്കുമ്പോൾ എന്തായാലും ആദ്യത്തെ ഒരു ഇൻസിഡന്റിൽ മൊഴിയെടുക്കുന്നത് മജിസ്ട്രേറ്റിന്റെ മുമ്പിലാണ്. മജിസ്ട്രേറ്റിന്റെ റൂമിൽ ഇരുത്തിയിട്ടാണ് ഈ കുട്ടികളുടെ മൊഴിയെടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് കോടതിയിൽ കേസായിട്ട് വരുമ്പോഴും അവർക്കൊരു സെപ്പറേറ്റ് റൂം, അവരെ പുറത്തുള്ളവർ കാണുകയോ ഒന്നും ഉണ്ടാവില്ല. കാരണം നാളെ അവരുടെ ഐഡന്റിറ്റി പുറത്ത് വന്നാൽ അവർക്കത് ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് അത്രയും കെയർ കൊടുത്തിട്ടാണ്, പ്രൈവസി കൊടുത്തിട്ടാണ് പോക്സോ കേസുകൾ നടത്തുന്നത് കോടതിയാണെങ്കിൽ. ഇത്തരം കേസുകളിൽ കുട്ടികളുടെ മാനസികാവസ്ഥ സംരക്ഷിക്കാൻ നിയമം നൽകുന്ന പ്രത്യേക സൗകര്യങ്ങൾ ഏതൊക്കെയാണ്? ചൈൽഡ് ലൈനിന്റെ അണ്ടറിൽ വരുന്ന കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ട്. പിന്നെ ഫാമിലിയിലും കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് മൊത്തമായിട്ട്. കാരണം ഇങ്ങനെയുള്ള കുട്ടികളുടെ വീട്ടിൽ പറയാതെ അല്ലെങ്കിൽ സ്കൂളിൽ പറയാണ്ട് അങ്ങനെയൊക്കെ നിൽക്കണമെങ്കിൽ മെയിൻ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് പറയും വീട്ടുകാർ, അതുണ്ട്. പിന്നെ പുറത്തൊരാൾ അറിഞ്ഞാൽ ആ കുട്ടീനെ കാണുന്നത് ആ ഒരു വേറൊരു രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ആ കുട്ടി അങ്ങനത്തെയാണ് എന്നുള്ളത്. അതുകൊണ്ട് ആ കുട്ടിക്ക് മെയിനായിട്ട് കൗൺസിലിംഗ് കൊടുക്കാം, അവർക്ക് പോസിറ്റീവ് തോട്ട്സ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ആ ഒരു ഹെൽപ്പ് എന്നും ഉണ്ടാവും. പോക്സോ നിയമപ്രകാരം കുറ്റവാളികൾക്ക് ലഭിക്കുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ്? എത്ര വർഷം വരെ അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള ശിക്ഷകളാണ് അവർക്ക് ലഭിക്കുന്നത്? ഞാനതാ പറഞ്ഞത്, ആദ്യം ഓരോ ഇതും നോക്കിയിട്ടാണ്. നോർമലി ഉള്ള ഒരു ചെറിയൊരു ഇതാണ് കുട്ടീനെ ഉപദ്രവിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കയ്യിൽ പിടിച്ചു, വലിച്ചു, അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ചെറിയൊരു 3 വർഷമോ അങ്ങനെ വരുള്ളൂ. അതെല്ലാം അതിൽ കൂടുതലായിട്ട് ഇന്റർപോസോ അങ്ങനെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഗ്രീവിയസ് ആവും. അതിൻ്റെ ശിക്ഷ ചിലപ്പോൾ 10 വർഷമാവാം, കഠിനതടവാവാം. അങ്ങനെ ഓരോന്നിനും കുറ്റങ്ങൾ
അതിനനുസരിച്ചിരിക്കും. അത് നമ്മൾ ചെയ്യണ കുറ്റകൃത്യം എങ്ങനെയാണോ, ആ കുട്ടി അനുഭവിച്ചത് എന്താണോ അതിനനുസരിച്ചിരിക്കും. ജീവപര്യന്തമാണ്, ഇംപ്രിസൺമെന്റോ ഡെത്താണ്, മരണം വരെ കുട്ടിക്കൊല്ലാം, അങ്ങനെയുള്ള ഓരോന്നും ഓരോരോ ഇതനുസരിച്ചിരിക്കും. അതിന് പല പല സെക്ഷൻ ഡീൽ ചെയ്യും. അതായത് കുട്ടി ആദ്യം നോക്കും, ഫസ്റ്റ് റൗണ്ട് ഇത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാവും. ആ മെഡിക്കൽ ചെക്കപ്പിൽ അറിയാൻ പറ്റും ഇത് എങ്ങനെയാണ്. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ബോഡി ടച്ചിങ് ഉണ്ടാവില്ല, ഈ ഒരു വാക്കാലുള്ള ഉപദ്രവമായിരിക്കാം. അതിന് അങ്ങനെ വന്നില്ലെങ്കിൽ അത് അത്രയും വലിയ ഗ്രീവിയസ് അല്ല. എന്നാലും കുട്ടികൾ മെന്റലി ഒരു ഇഷ്യൂ ട്രോമ ഉണ്ടാക്കിയേക്കുന്നുണ്ട്, ശിക്ഷയുണ്ട്, ഫൈനും ഉണ്ടാകും. പിന്നെ കുട്ടി അതിനനുസരിച്ച് ഗ്രീവിയസ് ആയിട്ട് അനുഭവിച്ചിട്ടുണ്ട്, റേപ്പായിട്ടുണ്ട്, ഒരു കുട്ടിക്ക് മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലായിട്ടുണ്ടെന്നാണെങ്കിൽ അതേപോലെ ശിക്ഷ കൂടിയില്ല. സ്കൂൾ അധ്യാപകർ, രക്ഷിതാക്കൾ, സമൂഹം എന്നിവർക്കുള്ള ഉത്തരവാദിത്വങ്ങൾ ഈ നിയമത്തിൽ എങ്ങനെയാണ്? ഈ നിയമത്തിൽ ഇപ്പോൾ സ്കൂളുകളിൽ എല്ലാവർക്കും ബോധവൽക്കരണം നടത്തുന്നുണ്ട്. നമ്മുടെ കുട്ടികളിൽ വരുന്ന ചേഞ്ചസ് സാധാരണ നന്നായി പഠിക്കാൻ കുട്ടി പെട്ടെന്ന് പഠിക്കാതെ ആവുകയോ അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആരോടും ഇല്ലാണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ടീച്ചേഴ്സിന് നോക്കാം, പാരൻസിന് നോക്കാം എന്താ കാര്യം എന്നുള്ളത്. അവരോട് ഇരുന്ന് സംസാരിച്ച് ഇതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് മനസ്സിലാക്കി ഇതാക്കി വരുമ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ കുട്ടികളെ ഇതാക്കാൻ പറ്റുള്ളൂ. എല്ലാം ചെറിയ പിള്ളേർ തൊട്ടേ എല്ലായിടത്തും ഈ കൗൺസിലിങ്ങും ക്ലാസ്സസും ഒക്കെ മിക്ക സ്കൂളുകളിലും നടക്കുന്നുണ്ട്. ലാസ്റ്റ് ടെസ്റ്റാണ്. കുട്ടികളെ ലൈംഗിക പീഡനത്തിൽ നിന്ന് സംരക്ഷിക്കാൻ പൊതുജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് പറയുന്നില്ല. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ചൊരു ബോധവൽക്കരണം മക്കളിൽ കൊടുക്കുക. ഇങ്ങനെയാണ് ഗുഡ് ടച്ചും ബാഡ് ടച്ചും, അതെന്താണെന്ന് നമ്മളും പറഞ്ഞു കൊടുക്കുക, ടീച്ചേഴ്സും പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് ഒരു സ്ട്രേഞ്ചറിനോട് പെട്ടെന്ന് കയറി നീങ്കിൾ ചെയ്യാനോ ഇതൊന്നും പാടില്ല എന്നുള്ളത് ഇപ്പോഴേ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കും. അല്ലാതെ ഇന്നൊരാളെ കണ്ടു, നാളെയും അയാളെ കണ്ടു, അപ്പം നമുക്ക് റോഡിന് പരിചയമായി എന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് പാടില്ല. കുട്ടികളോട് അയാളൊന്നും മിണ്ടുമായിരിക്കാം, പക്ഷെ അതൊന്നും പാടില്ല എന്നുള്ളത് നമ്മൾ കുട്ടികളോട് പറയും. പാരൻസ് എടുത്ത് നിൽക്കുക, അല്ലെങ്കിൽ പാരൻസിൻ്റെ കൂടെ പോവുക. റോഡിലൊക്കെ പോകണമെങ്കിലും പോട്ടെ, പക്ഷെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് മിണ്ട് ചെയ്യാതിരിക്കും. അതാണ്. കാരണം ഇപ്പം ആൺകുട്ടികൾക്കും അത് ബുദ്ധിമുട്ടാണ്. ആൺകുട്ടികളിലും അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നുണ്ട്. പെൺകുട്ടികളിലല്ല വരുന്നത്, ആൺകുട്ടികളിലും വരുന്നുണ്ട്. പക്ഷെ അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ പെൺകുട്ടികൾ അവയർനെസ് അവർക്ക് കിട്ടി, അവരൊരു ചെറിയൊരു കാരണം ഉണ്ടെങ്കിൽ പെൺകുട്ടികൾ പറയുന്നുണ്ട്, പക്ഷെ ആൺകുട്ടികൾ പറയില്ല. അവർക്കറിയില്ല, ആക്ച്വലി അവർക്കതറിയില്ല. പെൺകുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, ആൺകുട്ടികൾക്ക് എങ്ങനെയാണ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ അത്രയും നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അവർ ആ ഒരു ട്രോമയിൽ കുറേ പിള്ളേരുണ്ട്, ആൺകുട്ടികളും ഉണ്ട് അതേപോലെ ട്രോമയിൽ. പക്ഷെ അവരെയും കണ്ടുപിടിച്ച് വരുന്നുണ്ട്, ഒരുപാടുണ്ട്. നമ്മുടെ ഈ ഏരിയയിൽ തന്നെ മിക്കപ്പോഴും ഉണ്ട്. ഈ അടുത്ത് തന്നെ 1-2 ഉണ്ടായിട്ടുണ്ട്. അഡ്വക്കേറ്റ് ആരതി പ്രകാശ് പോക്സോ നിയമത്തെക്കുറിച്ച് പങ്കുവച്ച ആശയങ്ങൾ വളരെ വ്യക്തവും പ്രബോധനപരവുമായിരുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് അഥവാ പോക്സോ ആക്ട് എന്ന നിയമം കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ചതാണെന്നും കുട്ടികളുടെ അവകാശങ്ങളും സുരക്ഷയും ഉറപ്പാക്കുന്നതിനുള്ള ഒരു ശക്തമായ നിയമ സംവിധാനമാണിതെന്നും അവർ വ്യക്തമാക്കി. പോക്സോ ആക്ട് 2012 കുട്ടികളുടെ സംരക്ഷണത്തിനായി ശക്തമായ ഒരു നിയമമാണ്. എന്നാൽ ഈ നിയമം മാത്രം പോരാ. കുട്ടികളുടെ സംരക്ഷണത്തിനായി സമൂഹത്തിൻ്റെ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ നാം പ്രതിജ്ഞാബദ്ധരായിരിക്കണം. കുട്ടികൾക്കായുള്ള സുരക്ഷിത ലോകത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. നിങ്ങൾക്ക് സഹായം ആവശ്യമെങ്കിൽ ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഓർക്കുക, നിങ്ങൾ തനിച്ചല്ല. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അവർക്ക് നീതി ഉറപ്പാക്കാം. ഒരു നല്ല നാളെയെ നൽകാം. നന്ദി.